2026 ഏപ്രിൽ 9 ഗോയാങ് സ്റ്റേഡിയം. ആകാശം കറുത്തിരുണ്ട്. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ പലരും കരുതിയത് ഷോ തടസ്സപ്പെടുമെന്നാണ്. എന്നാൽ BTS അംഗങ്ങൾ സ്റ്റേജിലേക്ക് വന്നപ്പോൾ ആ മഴ മറ്റൊരു സംഗീതമായി മാറി. വിയ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ആരാധകർക്ക് റെയിൻകോട്ടുകൾ കരുതാൻ നിർദ്ദേശം നൽകിയിരുന്നു. അത് കേവലം ഒരു മുന്നറിയിപ്പായിരുന്നില്ല, മറിച്ച് ആ മഴയത്തും നമ്മൾ ഒന്നിച്ചായിരിക്കും എന്നൊരു വാഗ്ദാനമായിരുന്നു. ഒരുമിച്ചുള്ള നീന്തൽമഴ നനയുമ്പോഴും അംഗങ്ങളും ആരാധകരും ഒരേ മനസ്സോടെ ആ രാത്രിയെ ആഘോഷിച്ചു. BTSന്റെ കീപ് സ്വിമ്മിംഗ് എന്ന തത്വചിന്ത ഇവിടെ അന്വർത്ഥമായി. മഴ പെയ്യുമ്പോഴും തളരാതെ ആ റെയിൻകോട്ടുകൾ അണിഞ്ഞ് പർപ്പിൾ നിറത്തിൽ തിളങ്ങുന്ന ആരാധകരെ നോക്കി അവർ പാടി. വേദനയെയും ഏകാന്തതയെയും ഈ മഴയിൽ അലിയിച്ചു കളഞ്ഞ് അവർ പുതിയൊരു ലോകത്തേക്ക് കാലെടുത്തു വെച്ചു. മഴ എന്നത് ഒരു തടസ്സമല്ല, മറിച്ച് BTSും ആർമിയും തമ്മിലുള്ള അറ്റുപോകാത്ത സ്നേഹത്തിന്റെ തെളിവായി ആ മഴത്തുള്ളികൾ മാറി. ചരിത്രത്തിൽ കുറിക്കപ്പെട്ട ആ രാത്രിയിൽ മഴ പെയ്തത് അവരുടെ കണ്ണുനീർ കഴുകിക്കളയാനല്ല, മറിച്ച് അവരുടെ സ്നേഹത്തെ കൂടുതൽ തെളിച്ചമുള്ളതാക്കാനായിരുന്നു. ഗോയാങ് സ്റ്റേഡിയം അന്ന് രാത്രി ഒരു മാന്ത്രിക ലോകമായി മാറി. ആകാശം കറുത്തിരുണ്ട്. കനത്ത മഴ പെയ്തുകൊണ്ടിരുന്നു. എന്നാൽ സ്റ്റേഡിയത്തിനകത്ത് ഒരു പുതിയ നിറം തെളിഞ്ഞു. ഒരു വശത്ത് മഴയുടെ തണുപ്പും മറുവശത്ത് 40,000 ആരാധകരുടെ സ്നേഹത്താൽ ഉയർന്ന ചൂടും. സ്റ്റേജ് പൂർണ്ണമായും നനഞ്ഞിരുന്നു. പാദങ്ങൾ തെന്നിപ്പോകാൻ സാധ്യതയുള്ള ആ സാഹചര്യത്തിലും BTS അംഗങ്ങൾ ഒട്ടും പതറിയില്ല. തങ്ങളുടെ കീപ് സ്വിമ്മിംഗ് എന്ന ടാഗ്ലൈൻ പോലെ ഈ മഴയിലും അവർ തളരാതെ തങ്ങളുടെ പ്രകടനം തുടരുകയായിരുന്നു. സ്റ്റേജിന്റെ മധ്യഭാഗത്ത് വെളിച്ചം വീണപ്പോൾ നനഞ്ഞ മുടിയുമായി അംഗങ്ങൾ സ്റ്റേജിലേക്ക് ഓടിക്കയറി. സംഗീതത്തിന്റെ ആദ്യത്തെ ഈണം കേട്ടതും 40,000 ആരാധകരുടെ ആവേശം വാനോളമുയർന്നു. ഷുഗർ സ്റ്റേജിലെ വെള്ളക്കെട്ടിനെ ഒരു വാട്ടർ പാർക്കിനോട് ഉപമിച്ചപ്പോൾ വിന്റെ തമാശ നിറഞ്ഞ ശൈലിയിൽ മഴയെ വകവയ്ക്കാതെ സ്റ്റേജിൽ തെന്നി നീങ്ങി നൃത്തം ചെയ്തു. മഴ പെയ്യുമ്പോഴും അവർ തങ്ങളുടെ 23 ഗാനങ്ങൾ അടങ്ങുന്ന സെറ്റ് ലിസ്റ്റ് കൃത്യമായി പൂർത്തിയാക്കി. 4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മഴയത്താണെങ്കിലും തങ്ങളുടെ ആരാധകരോടൊപ്പം ചെലവഴിക്കാൻ ലഭിച്ച ഈ 2 മണിക്കൂർ 30 മിനിറ്റ് അവർക്കൊരു വികാരമായിരുന്നു. മഴ തോരാതെ തന്നെ പ്രകടനം അവസാനിച്ചു. സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഓരോ അംഗത്തിന്റെയും മനസ്സിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: തങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്ന ആരാധകർ. സാമൂഹിക മാധ്യമങ്ങളിൽ പടർന്ന ആ ദൃശ്യങ്ങൾ, മഴയിൽ കുതിർന്ന റെയിൻകോട്ടുകൾ അണിഞ്ഞ ആയിരക്കണക്കിന് ആളുകൾ, BTSന്റെ 4 വർഷത്തെ തിരിച്ചുവരവ് എത്രത്തോളം ഗംഭീരമായിരുന്നു എന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ചു. ആ രാത്രി വെറുമൊരു കോൺസെർട്ട് മാത്രമായിരുന്നില്ല, അതൊരു തിരിച്ചുവരവിന്റെയും അതിജീവനത്തിന്റെയും പർപ്പിൾ നിറത്തിലുള്ള സാക്ഷ്യമായിരുന്നു.